ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ സ്റ്റോറി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ മലയാളം മൂവി സാഹസമാണ്. 2025 റിലീസായ ഫിലിം. അപ്പോൾ നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ കഥയിലെ നായകനാണ്. നായകനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ റംസാനാണ്. റംസാന്റെ കഥാപാത്രത്തിന്റെ പേര് ജീവൻ എന്നാണ്. ഇത് നമ്മുടെ കഥയിലെ നായിക സെറ ഐസക്. ജീവന് 2 ഫ്രണ്ട്സ് ഉണ്ട്, പപ്പനും അതുപോലെ തന്നെ സാമും. ഇന്ന് സാറയുടെ എൻഗേജ്മെന്റ് ആണ്. ജീവനായിട്ടല്ല, വീട്ടുകാരുറപ്പിച്ച കല്യാണമാണ് നമ്മുടെ റോണിയുമായിട്ട്. സാറയ്ക്ക് കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ എൻഗേജ്മെന്റിന് തയ്യാറാകുന്നുണ്ട്. സോ സാറയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ജീവനും അവൻ്റെ ഫ്രണ്ട്സും കാറ്ററിംഗുകാരുടെ വേഷത്തിൽ അവിടെ കയറുന്നു. സാറയുടെ വീട്ടിലെത്തി കഴിയുമ്പോൾ ജീവനോട് സാറ പറയുന്നുണ്ട്, നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകാം, എനിക്കിനിയും ടെൻഷൻ താങ്ങാൻ വയ്യെന്ന്. പക്ഷെ അവരത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വീട്ടുകാരത് കൈയോടെ പിടികൂടുന്നു. സാറ കാറും കൊണ്ട് വരുമ്പോൾ മതിലിൻ്റെ വെളിയിൽ ചാടി കാറിൽ കയറിക്കൊള്ളാം എന്നായിരുന്നു ഇവരുടെ അടുത്ത് പറഞ്ഞിരുന്നത്. സോ ആരോ പിടിക്കാൻ വരുന്ന വേഗത്തിൽ ജീവനും പപ്പനും ഓടി കാറിൽ കയറുന്നു. മതിലിൽ ചാടാൻ നിന്ന സാറയെ ബന്ധുക്കൾ പിടികൂടുന്നുണ്ട്. കൈയോടെ പിടികൂടി പന്തലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് റിംഗ് എക്സ്ചേഞ്ചിന്. ഈ ടൈമിൽ സാറയാണെന്ന് കരുതി ജീവനും പപ്പനും കൂടെ പിടിച്ചെടുക്കുന്നത് കള്ളു കുടിച്ചവിടെ ബോധമില്ലാതെ നിന്നിരുന്ന പ്രേമനെയാണ്. വണ്ടി കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ആള് മാറിപ്പോയ വിവരം ഇവരറിയുന്നത്. പപ്പൻ അപ്പോൾ തന്നെ നമ്മുടെ പ്രേമൻ്റെ മൂക്കത്ത് ഇടിയും കൊടുത്തിട്ട് അവനെ ചവിട്ടി വെളിയിൽ കളഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് അവർ പോകുന്നുണ്ട്. പ്രേമൻ ആകെ കണ്ടിരിക്കുന്നത് പപ്പനെ മാത്രമാണ്. സാറയുടെ ബന്ധുക്കൾ ആരാണ് ഇന്നലെ രാത്രി ഇവിടെ വന്നത് എന്നറിയാൻ നമ്മുടെ പ്രേമനെയും കൂട്ടരെയും കൂടി എറണാകുളത്തേക്ക് വിടുകയാണ്. സാറയുടെ അച്ഛൻ സാറയുടെ കൂടെ ആണെങ്കിലും അവിടുത്തെ കാരണവർമാർക്കാണ് ജീവനോടുള്ള കല്യാണവുമായ എതിർപ്പ്. ബൈജുവിനെയും ഈ തൊപ്പി വെച്ച ചെറുക്കനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രേമനെയാണ് ഇവരെ അന്വേഷിക്കാനായിട്ട് വിടുന്നത്. കാരണം ആ ഇടിച്ചാളെ കണ്ട ഒരാൾ നമ്മുടെ പ്രേമൻ മാത്രമാണല്ലോ. സോ അവർ അങ്ങനെ അന്വേഷിച്ച് കൊച്ചിയിലേക്ക് എത്തുകയാണ്. നമ്മുടെ നരേൻ ഒരു പോലീസുകാരനാണ്, നാർക്കോട്ടിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രധാനികളായ എല്ലാ മയക്കുമരുന്ന് റാക്കറ്റുകളെയും ഇവർ പിടികൂടുന്നുണ്ട്. പക്ഷേ വോൾഫ് എന്ന ഗുണ്ടാത്തലവനെ മാത്രം അവർക്ക് പിടിക്കാൻ സാധിച്ചില്ല. വോൾഫ് തൻ്റെ ലാപ്ടോപ്പുമായി കൃഷ്ണയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കൃഷ്ണ ഒരു ടെക് കമ്പനിയുടെ സിഇഒയാണ്. വോൾഫ് ഗോദ്രയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന കാശ് അവൻ്റെ സുഹൃത്ത് വിക്ടർ അറിയാതെ തന്നെ വേറൊരു അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് ആക്കി അതിന് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യുന്നു. ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ് കൃഷ്ണയെ കൊണ്ടുവന്നിരിക്കുന്നത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് അത് ലാപ്ടോപ്പിൽ സേവ് ചെയ്യുന്ന സമയത്ത് കൃഷ്ണയ്ക്കൊരു കോള് വരുന്നു. തൻ്റെ ഓഫീസിൽ നിന്നാണ് വരുന്നത്. ഫോൺ എടുക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഓഫ് ഷോറിൽ ആരെ വിടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, നിങ്ങൾ ഓൺഷോറിലെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ സാറിൻ്റെ മെയിലിൽ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം തീരുമാനിച്ചാൽ മതിയെന്ന്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ കൃഷ്ണ ആകെ വിയർത്ത് ചെറിയ നെഞ്ചിന് വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അയാളും മറ്റൊരു ലേഡിയുമായിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് കൃഷ്ണ നെഞ്ചുപൊട്ടി അവിടെ വീഴുകയാണ്. അപ്പോൾ അയാൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ആ ലാപ്ടോപ്പിനകത്താണുള്ളത്. ആ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് പാസ്വേഡ് കാണണമെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് നേരത്തെ വിളിച്ച ആൾ അലോ ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. അയാൾ എങ്ങനെയോ ആ കമ്പ്യൂട്ടർ മെയിൽ അയച്ച വഴി ഹാക്ക് ചെയ്തു എന്നാണ് തോന്നുന്നത്. വോൾഫിനെ തൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുന്നുണ്ട്, ഇനി ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന്. കൃഷ്ണ മരിച്ച വേക്കൻസിയിൽ ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത പുതിയ സിഇഒ നമ്മുടെ ടെസയാണ് ആ സിഇഒ ആയിട്ട് അഭിനയിക്കുന്നത്. സോ അവളെ കാണാനായിട്ട് വോൾഫ് കൊച്ചിയിലേക്ക് പോകും. ഈ സമയം നമ്മുടെ ബൈജുവും കൂട്ടരും ചെന്നുപെടുന്നത് ജീവൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ജീവൻ്റെ തന്നെ അന്വേഷിച്ച് വന്നവരാണെന്ന് മനസ്സിലാവില്ല. അവർ ആരെയോ അന്വേഷിച്ച് വന്നതാണ്. അവർക്കൊരു ഹെൽപ്പ് കൊടുക്കാമെന്ന രീതിയിൽ തന്നെ ജീവനും കൂട്ടുകാരും ബൈജുവിനെയും സംഘത്തെയും അവരുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഫ്ലാറ്റിലെത്തി എല്ലാവരും ഒരു കള്ളുകൂടി ട്രിപ്പൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ജീവന് മനസ്സിലാകുന്നത് ഇവർ തന്നെ അന്വേഷിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ടൈമിൽ നമ്മുടെ സെറ വിളിച്ച് ജീവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ ജീവനെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. നമ്മുടെ പപ്പനാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. അവൻ ആളുമാറി നമ്മുടെ ഒറ്റയ്ക്കിരിക്കുന്ന വോൾഫിനെയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. ഫ്ലാറ്റിൽ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാണ് അവന് മനസ്സിലാവുന്നത് ആളുമാറിപ്പോയെന്ന്. ഇതേ സമയം സെറയുടെ അച്ഛൻ ജീവനെ നേരിട്ട് വന്ന് കണ്ടിട്ട് സംസാരിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോയിരുന്നു. തൻ്റെ പാസ്പോർട്ടും പൈസയും അടങ്ങുന്ന പെട്ടി മിസ്സായി പോയെന്നും അത് തരാമെന്നൊരാൾ പറഞ്ഞെന്നും അതിനായാണ് ഹോട്ടലിൽ വെയിറ്റ് ചെയ്തത്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ പൊക്കോളാം എന്നിങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ വോൾഫ് നമ്മുടെ ജീവനോടും ഫ്രണ്ട്സിനോടും പറയുന്നു. അവർ പാവം തോന്നി അത് സമ്മതിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാമിന് ഓഫ് ഷോറിൽ USA പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ കമ്പനി മറ്റൊരാളെയാണല്ലോ പറഞ്ഞു വിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ടെസ ആണല്ലോ അവിടുത്തെ സിഇഒ. അപ്പോൾ ടെസയെ പോയി കണ്ടിട്ട് ഞാൻ പോകാം, എനിക്ക് അമേരിക്കയിൽ ഒരു അമ്മാവനുണ്ട്, പുള്ളി വളരെ വലിയ ബിസിനസ്സുകാരനാണ് എന്നൊക്കെ കള്ളം പറയുന്നു. പക്ഷെ ടെസ പറയുന്നു, എനിക്ക് പുള്ളിയുമായിട്ടൊന്ന് വീഡിയോ കോൾ ചെയ്യണമെന്ന്.
ഈ ഒരു കൺഫ്യൂഷനിലാണ് സാം ഫ്ലാറ്റിലെത്തുന്നത്. അപ്പോഴാണ് നമ്മുടെ വൂൾഫിനെ കാണുന്നത്. സോ അവർക്കൊരു ഐഡിയ തോന്നും വൂൾഫിനെ നമ്മുടെ അമ്മാവനായിട്ട് USA അമ്മാവനായിട്ട് ഒരു വീഡിയോ കോളിൽ ഇരുത്താമെന്ന്. അപ്പോൾ ഇരുത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വൂൾഫ് ഭയങ്കര ഇംഗ്ലീഷാണ്, തകർപ്പൻ ഇംഗ്ലീഷ്. ഇതെല്ലാം കേട്ട് ആക്ച്വലി ഇവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവും. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഈ നമ്മുടെ ജീവൻ്റെ ഫ്രണ്ട്സുമായിട്ട് വൂൾഫ് നല്ല കമ്പനി ആവുന്നുണ്ട്. കൂടാതെ ഈ വൂൾഫും ടെസയും തമ്മിലും ചെറിയൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിരന്തരം വീഡിയോ കോളോ ഓഡിയോ കോൾസോ ഒക്കെ ചെയ്യാറുണ്ട്. ഈ ടൈമിൽ നമ്മുടെ നരയനുണ്ടല്ലോ, നരയന് അവൻ്റെ ഭാര്യയെ ഭയങ്കര സംശയമാണ്. സോ അവർ കൊച്ചിയിലേക്ക് പോകുന്നതുകൊണ്ട് അവൻ ഭാര്യയും കൂടെ കൂട്ടുന്നുണ്ട്. എന്നിട്ട് ഭാര്യയുടെ കയ്യിൽ ആക്ച്വലി ഒരു ചെറിയ ഒരു സ്മൈലിംഗ് ബുദ്ധയുടെ പ്രതിമ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു GPS ട്രാക്കർ ഉണ്ടായിരുന്നു. സോ ഇവൾ നാട്ടിൽ എവിടെ പോയാലും ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളുടെ കയ്യിൽ അത് കൊടുത്തിരുന്നത്. നരേൻ്റെയും വൈഫിൻ്റെയും റിലേഷൻ കാണുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത്ര സ്ട്രോങ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം ഇവൻ ഭയങ്കര ഒരു സംശയരോഗിയാണ്. ഈ നരേൻ്റെ വൈഫും നമ്മുടെ സാമും തമ്മിലുള്ള റിലേഷനുണ്ട്. ആ വൈഫിൻ്റെ എക്സ് ലവറായിരുന്നു നമ്മുടെ സാം. പിന്നീട് സാറ നമ്മുടെ ജീവൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ഡ്രഗ്സ് എടുക്കാനായിട്ട് കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. സോ ഒരു മോളിൽ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന്. സോ അങ്ങനെ ജീവനും ഫ്രണ്ട്സും വൂൾഫും എല്ലാവരും കൂടെ അവളെ കാണാനായിട്ട് മോളിലേക്ക് പോകുന്നു. അവൾ ഫാമിലിയായിട്ട് വരുന്നു. ആ സമയത്ത് രണ്ടുപേരും കൂടെ നമ്മുടെ കാർ പാർക്കിങ്ങിൽ അവിടെ വെച്ച് മീറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുറേ ഗുണ്ടകൾ വന്ന് ജീവനെ അടിച്ചിട്ടിട്ട് സാറെ എടുത്തുകൊണ്ട് പോവുകയാണ്. സോ അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാറയുടെ വുഡ് ബി ആയിരുന്ന ആളായിരുന്നു നമ്മുടെ ഇവനെ അടിക്കാനായിട്ട് വന്നത്. സോ അവനെ അടിച്ച് നല്ലപോലെ ഉപദ്രവിച്ചിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. സോ ഈ ദേഷ്യത്തിന് സാറയുടെ വുഡ് ബി പെട്ടെന്ന് തന്നെ കല്യാണം നടത്താനായിട്ടുള്ള ഒരുക്കങ്ങൾ സാറയുടെ ഫാമിലിയായിട്ട് ചേർന്ന് നടന്നു. അങ്ങനെ ഡേറ്റൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം സാറ് ജീവൻ്റെ അടുത്ത് വിട്ടിട്ട് പറയുന്നുണ്ട്, ഈ ബന്ധം ശരിയാവില്ല, നിനക്കൊത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ആക്ച്വലി അവളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വുഡ്ബിയുടെ ഒത്തിരി ഗുണ്ടകൾ ചുറ്റും നിൽപ്പുണ്ട്. അതിൻ്റെ നടുക്ക് വെച്ചാണ് ഇവർ സംസാരിക്കുന്നത്. നീ ഇതിൽ നിന്ന് പിന്മാറണം, അങ്ങനെയുള്ള രീതിയിൽ ഒരു ബ്രേക്കപ്പ് എന്ന രീതിയിൽ ജീവൻ്റെ അടുത്ത് സംസാരിക്കുന്നു. പക്ഷേ ജീവൻ പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല, നീ എനിക്ക് വേണം എന്നൊക്കെ കേൾക്കുമ്പോൾ ആക്ച്വലി അവൾ ഗുണ്ടകൾ ചുറ്റും ഉള്ളതുപോലെ ഓർക്കാതെ ഓടി വന്ന് ജീവനെ പിടിച്ച് ആക്ച്വലി ഒരു ഫ്രഞ്ച് കിസ് ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മുടെ സാറയുടെ വുഡ് ബി ആ ഗുണ്ടകളുടെ ഫോണിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു. അവനിത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ തന്നെ ജീവനെ അങ്ങ് തീർത്തേക്കാൻ പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ ബൈജുനോട് കൂടെ നടക്കുന്ന തൊപ്പിക്കാരൻ പറയാണ്, ചേട്ടൻ്റെ നാട് വിട്ടുപോയ അനിയനാവാനാണ് ആ പപ്പൻ സാധ്യത. കാരണം അവൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തപ്പി നോക്കിയപ്പോൾ ഫാമിലി ആരുമില്ല. അതുമാത്രമല്ല കൊച്ചിലത്തെ ഫോട്ടോയുമായിട്ട് ഇതിന് നല്ല സാമ്യമുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ബൈജുവിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആക്ച്വലി അത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ബൈജുവിനെ ഇങ്ങനെ ട്രാക്ക് മാറ്റി കൊണ്ടുപോകുന്നത്. ബൈജു ഇതെല്ലാം വിശ്വസിച്ചിട്ട് ജീവനെ പിടിക്കാൻ വന്നതിനേക്കാളും കൂടുതലും പപ്പനെ എങ്ങനെയെങ്കിലും നാട്ടിൽ കൊണ്ടുപോകണം എന്നുള്ള ലക്ഷ്യത്തിലേക്കും വഴിമാറും. ഈ സമയം നമ്മുടെ ജീവൻ്റെ കമ്പനിയിൽ ഓണാഘോഷ പരിപാടികൾ വരികയാണ്. അന്നേ ദിവസം ജീവൻ ഓഫീസിൽ വരുന്നില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പൊക്കോളാൻ പറയുന്നു. അങ്ങനെ പപ്പനും സാമും വൂൾഫും കൂടെ ഓണം പരിപാടി നടക്കുന്നിടത്ത് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ നരേൻ്റെ വൈഫ് സാമിനെ കാണാനായിട്ട് അവിടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. സോം ഓഫീസിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വരുമ്പോഴത്തേനും വൈഫിനെ കാണുമ്പോൾ അവരുടെ കാറിൽ നിന്ന് ഇറങ്ങി പോന്നു. പിന്നെ പപ്പനും വൂൾഫും മാത്രമാണ് അകത്തേക്ക് പോകുന്നത്. അകത്തേക്ക് എന്ന് കഴിയുമ്പോൾ നമ്മുടെ വൂൾഫും ടെസയും ആദ്യമായിട്ട് കാണുകയാണ്. ഒരു ഫോണിൽ കൂടെ മാത്രമല്ലേ സംസാരിച്ചിട്ടുള്ളൂ. സോ അവരൊരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് ആ കമ്പനിയുടെ കോഫി ഷോപ്പിൽ പോയിരുന്നു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെസ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള ആളൊന്നുമല്ല, സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു, എങ്കിലും എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ നിങ്ങളൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൂൾഫിൻ്റെ ഫ്രണ്ടില്ലേ വിക്ടറിനെ കാണിക്കുകയാണ്. വിക്ടറും എന്തോ ഒരു പരിചയമുണ്ട് ടെസയ്ക്ക്. സോ അങ്ങനെ ഈ വൂൾഫിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ടെസയ്ക്ക് മനസ്സിലായതാണ് ഇയാൾ USA എന്നുള്ള ആളല്ല എന്നുള്ളത്. ടെസ ചതിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല വിക്ടറിനെ വിളിച്ചുകൊണ്ട് വന്നത്. ഫ്രണ്ട്സ് അല്ലേ, അവർ നേരിട്ട് കാണുമ്പോൾ ഒന്ന് ഷോക്ക് ആവട്ടെ എന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഈ വിക്ടർ എന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ ടെസയെ ഓൺ ദ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇത് കണ്ട് വൂൾഫിന് ഭയങ്കര ദേഷ്യമാവും. പാസ്വേഡ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ വൂൾഫിനെ കൊല്ലാനും സാധിക്കില്ല. അയാൾ ഗുണ്ടകളെല്ലാം അടിച്ചിട്ട് നേരെ കാറുമായിട്ട് നമ്മുടെ ജീവൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഈ സമയം ജീവനെ കൊല്ലാൻ നമ്മുടെ സാറയുടെ വുഡ് ബി അയച്ച ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. തക്ക സമയത്ത് വൂൾഫ് ചെന്നുകൊണ്ട് തന്നെ അവരെല്ലാം അടിച്ചിട്ട് രക്ഷിക്കുന്നുണ്ട്. ആ ടൈമിൽ വൂൾഫ് സത്യങ്ങളെല്ലാം പറയുന്നുണ്ട് താൻ ആരാണെന്ന്. അങ്ങനെ അവർ അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവന് മനസ്സിലാവുന്നുണ്ട് ആരായിരിക്കും കൃഷ്ണയുടെ ലാപ്ടോപ്പ് അന്ന് ഹാക്ക് ചെയ്തെന്ന്. അത് നമ്മുടെ കമ്പനിയിൽ തന്നെ ഓഫ് ഷോറിൽ പോകണം എന്ന് പറഞ്ഞ് എപ്പോഴും ബഹളം ഉണ്ടാക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. അത് ഈ മാവേലിയായിട്ട് ഡ്രസ് ഇട്ട് നിൽക്കുന്ന പുള്ളി. ഈ പുള്ളിക്ക് ഗേൾസിൻ്റെ കൂടെ കറങ്ങാൻ
പോകാൻ വലിയ താല്പര്യമാണ്. സോ ഒരു ലേഡി സ്റ്റാഫിൻ്റെ കൂടെ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് അന്ന് കൃഷ്ണനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചത്. സോ നമ്മുടെ വൂൾഫും വിക്ടറും അതുപോലെ തന്നെ പപ്പനും വരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ നമ്മുടെ ഈ ഓഫ് ഷോറിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് എന്നിട്ട് അടിച്ചിട്ട് നീ എന്തിനാണ് അവർ ലാപ്ടോപ്പ് ഹൈജാക്ക് ചെയ്തത്, നീ എന്തുകൊണ്ടാണ് ഇയാളുടെ ആക്സസ് ഡിനൈ ചെയ്യുന്നത്, ഡെയിലി എത്ര തവണയാണ് പുള്ളി നിനക്ക് റിക്വസ്റ്റ് അയക്കുന്നത്, നിനക്ക് കൈ തട്ടിയെങ്കിലും ഒന്ന് അലോ ചെയ്യാൻ പാടില്ലായിരുന്നോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അവസാനം അവന് ആക്സസ് അലോ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് മനസ്സിലാവുന്നത് ലാപ്ടോപ്പ് മാറിപ്പോയി. നമ്മൾ സാമിൻ്റെ ലാപ്ടോപ്പുമായിട്ടാണ് അവർ ഓഫീസിലേക്ക് വന്നത്. അപ്പോൾ അവർ നേരെ ലാപ്ടോപ്പ് എടുക്കാനായിട്ട് ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഈ സമയം നമ്മുടെ സാം നമ്മുടെ നരേൻ്റെ വൈഫുമായിട്ട് ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. ഫ്ലാറ്റിൽ ചെന്ന് കുറച്ചൊരു സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് നരേൻ്റെ വൈഫിനെ ഫ്ലാറ്റിലിരുത്തിയിട്ട് വെളിയിൽ കോണ്ടം വാങ്ങാനായിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇവർ വന്ന് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്ന് ആക്സസ് അലോ ചെയ്തിട്ടുണ്ടല്ലോ. സോ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് നരേൻ്റെ വൈഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സ്മൈലിംഗ് ബുദ്ധയുടെ പുറകിൽ പാസ്വേഡ് എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫയലിലുണ്ടായിരുന്ന പാസ്വേഡ് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. വൂൾഫ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നരേൻ്റെ വൈഫ് ആ ഫ്ലാറ്റിലുള്ളത് ജീവനും നമ്മുടെ പപ്പനും ഒന്നും അറിയുന്നില്ല. ഇതേസമയം വൂൾഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തട്ടിപ്പറിച്ച് നമ്മുടെ ഓഫ് ഷോറിൽ പോകണമെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമ്മുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഈ ടൈമിലാണ് വിക്ടറിൻ്റെ ആളുകൾ ഇവരുടെ ഫ്ലാറ്റിലേക്ക് വരുന്നത്. വന്നിട്ടുടനെ പാസ്വേഡിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ പാസ്വേഡ് എഴുതി വെച്ചിരിക്കുന്ന സ്മൈലിംഗ് ബുദ്ധ ഇവരുടെ ഒരു അടി കാരണം അത് തെറിച്ച് രണ്ടായിട്ട് വീഴുന്നുണ്ട്. സോ ഒരു ഹാഫ് നമ്മുടെ വിക്ടർ ഇരിക്കുന്ന സോഫയുടെ അടുത്തും ഒരു ഹാഫ് നമ്മുടെ പപ്പൻ്റെ കയ്യിലുമാണ് ഉള്ളത്. സോ പുള്ളി അതങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഹാഫ് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് നമ്മുടെ പപ്പൻ പറയുന്നു. മറ്റേ ഹാഫ് എവിടെയെന്ന് നോക്കുമ്പോൾ പപ്പൻ അത് അറിയില്ല എന്ന് പറയുന്നു. ആ സമയത്താണ് സാം കയറി വരുന്നത്. സാം കോണ്ടമൊക്കെ ആയിട്ട് മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും വിക്ടറിനെ കാണുമ്പം സാം വിചാരിക്കുന്നത് നരേനാണ്, അതായത് അവൻ്റെ എക്സ് ലവറിൻ്റെ ഭർത്താവാണ് എന്നാണ് വിചാരിക്കുന്നത്. സോ വിക്ടർ സാമിൻ്റെ അടുത്ത് പറയും നീ ആ സാധനം താ എന്ന് പറയുമ്പോൾ ആക്ച്വലി സാം തെറ്റിദ്ധരിക്കാൻ തൻ്റെ കയ്യിലുള്ള കോണ്ടം കൊടുക്കാനാണെന്നാണ്. അങ്ങനെ സാം തെറ്റിദ്ധരിച്ച കോണ്ടം കൊടുക്കുമ്പോഴത്തേനും വിക്ടറിനാകെ ദേഷ്യം വരുന്നു. വിക്ടറിനാകെ അവിടെ അടിപൊകയാകുന്നു. ആ സമയത്താണ് നമ്മുടെ GPS ട്രാക്ക് ചെയ്ത് നരേൻ അവിടേക്ക് എത്തുന്നത്. നരേൻ അവിടേക്ക് എത്തിക്കഴിയുമ്പോഴത്തേനും അവിടെ മൊത്തം 4 ആമ്പിള്ളേരും അതുപോലെ തന്നെ ബാത്റൂമിനകത്തു നിന്ന് നമ്മുടെ സാമിൻ്റെ എക്സ് കാമുകി അതായത് നരേൻ്റെ വൈഫിനെയും പിടിക്കുന്നുണ്ട്. സോ അപ്പോഴാണ് ജീവനും പപ്പനും മനസ്സിലാവുന്നത് ഇങ്ങനൊരു പെൺകുട്ടി ബാത്റൂമിനകത്തുണ്ടായിരുന്ന കാര്യം. ഈ സമയത്ത് ബൈജുവും തൻ്റെ ആളുകളും തിരിച്ചു വരാനായിട്ട് സാറയുടെ ഫാമിലിക്കാർ പറയുന്നുണ്ട്. സോ തൻ്റെ അനിയനെന്ന് സംശയമുള്ള അവനെയും കൂടെ പിടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി അവർ ഫ്ലാറ്റിൽ വരുമ്പോൾ ഇവിടെ അടിപിടി നടക്കുകയാണ്. സോ അവരെല്ലാം അടിച്ചൊതുക്കിയിട്ട് പപ്പനെയുമായിട്ട് കാറിൽ കയറി നമ്മുടെ ബൈജു പോകുന്നുണ്ട്. അപ്പോൾ പപ്പൻ്റെ കയ്യിലാണല്ലോ ബാക്കി ഹാഫായിട്ടുള്ള സ്മൈലിംഗ് ബുദ്ധയുടെ പീസ് ഇരിക്കുന്നത്. സോ വിക്ടർ എന്ത് ചെയ്യും, നമ്മുടെ സാമിനെ അതുപോലെ സാമിൻ്റെ എക്സ് ലവറേയും കൂടെ ഒരു കാറിലാക്കി പുറകിലിരുന്ന് തോക്ക് ചൂണ്ടി ഇവരുടെ കാറിന് പുറകെ പോകുന്നു. സോ തൻ്റെ വൈഫിനെ ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ നരേനും അതുപോലെ തന്നെ ജീവനും ആ വണ്ടി കയറി ഈ വണ്ടിയുടെ പുറകിന് പോവാണ്. അങ്ങനെ 3 വണ്ടികളും ആദ്യത്തെ വണ്ടി അതായത് ബൈജുവിനെ ഫോളോ ചെയ്ത് പോകുന്നു. ബൈജു പോകുന്നത് നമ്മുടെ സാറയുടെ നാട്ടിലേക്കാണല്ലോ. അങ്ങനെ ഈ 3 വണ്ടികളും അവിടെ ചെന്നെത്തുന്നു. കുറേ വഴി കറങ്ങിയൊക്കെയാണ് ചെല്ലുന്നത്. അങ്ങനെ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ എത്തുകയാണ്. ഈ എക്സ്ചേഞ്ചിന് മുന്നേ തന്നെ ആളുകൾ അവിടെ എത്തിയിരുന്നു. നമ്മുടെ ജീവനും കുത്തയും ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ റിംഗ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. സാറയുടെ കുട്ടി അപ്പോൾ തന്നെ ജീവനെ അടിക്കാനായിട്ട് അവൻ്റെ ഗുണ്ടകളോട് പറയുകയാണ്. പക്ഷേ ജീവൻ അവരെല്ലാം അടിച്ചിടിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ വിക്ടറും വൂൾഫും എല്ലാവരും ആ ഹാഫ് സ്മൈലിംഗ് ബുദ്ധയില്ലേ അത് ആക്ച്വലി ഒരെണ്ണം നമ്മുടെ പപ്പൻ്റെ കയ്യിലായിരുന്നു. മറ്റേ ഹാഫ് ഈ വിക്ടർ എടുത്തിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ മുകളിലേക്ക് എറിയുന്നുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. ആ ടൂറിസ്റ്റ് ബസ് നമ്മുടെ സാറയുടെ വുഡ്ബിയുടെ ബന്ധുക്കൾ കല്യാണ വീട്ടിലേക്ക് വരുന്ന വണ്ടിയായിരുന്നു. സോ ആ വണ്ടിയും ഇവിടേക്ക് തന്നെയാണ് വന്നത്. സോ മറ്റേ ഹാഫ് നമ്മുടെ പപ്പൻ്റെ കയ്യിലുണ്ട്. സോ വിക്ടറിന് നമ്മുടെ പപ്പനെ ചെറുതായിട്ടൊന്ന് വെടിവെക്കുന്നുണ്ട് നെഞ്ചത്ത്. പക്ഷെ അവരൊന്നും സംഭവിക്കില്ല. അവനെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ വിക്ടറും വൂൾഫും തമ്മിൽ നല്ല പൊരിഞ്ഞടിയാവുന്നുണ്ട്. അവരൊരു കാട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. ആ ഒരു ഹാഫ് നമ്മുടെ വിക്ടറിൻ്റെ കയ്യിൽ കിട്ടും. അതുപോലെ തന്നെ മറ്റേ ഹാഫ് വൂൾഫ് ബസ്സിൻ്റെ മുകളിൽ കയറി എടുക്കും. അങ്ങനെ ആക്ച്വലി 2 പാട്ടും നമ്മുടെ വൂൾഫിൻ്റെ കയ്യിൽ തന്നെ വരുന്നുണ്ട്. വൂൾഫ് അവനെ കാട്ടിലേക്ക് ഓടുന്നു. വിക്ടർ പുറകിന് ഓടുന്നുണ്ട്. ഈ വിക്ടറിനെ വൂൾഫ് അവിടെ കൊന്നിട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് സ്മൈലിംഗ് ബുദ്ധ വിക്ടറിന് തൊട്ടപ്പുറത്ത് കിടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. വൂൾഫ് അത് എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനുശേഷം ഈ അടിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോഴത്തേനും ഇടയ്ക്ക് സാറെ നമ്മുടെ വിക്ടർ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു മറ്റേ ഹാഫ് കൊടുക്കാത്തതുകൊണ്ട്. സോ ബന്ധുക്കളൊക്കെ ഒത്തിരി പേടിക്കുമായിരുന്നു. അപ്പോൾ ജീവനാണ് ആ സമയത്ത് അതെല്ലാം സോൾവ് ചെയ്ത് അവളെ രക്ഷിച്ചെടുത്തത്. അങ്ങനെ സാറയുടെ വീട്ടുകാർ ജീവനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കുകയാണ്. കൂടാതെ ആ വുഡ്ബിയെ അടിച്ചൊരു പരുവാക്കുന്നുണ്ട്. അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം സോൾവായി വരികയാണ്. നരേൻ്റെ വൈഫ് നരേനോട് പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ ഒരു GPS ട്രാക്കറൊക്കെ ഫോണിൽ വെക്കുന്ന ഒരാളുമായിട്ടൊന്നും ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരവിടെ കൊണ്ട് ബ്രേക്കപ്പ് ആവുകയാണ്. പക്ഷേ
വിക്ടറിൻ്റെ ബോഡി നരയന് കാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് തന്നെ വിക്ടറിനെ കൊന്നത് നരയനാണ് എന്ന് പറഞ്ഞിട്ട് നരയൻ അവിടുന്ന് പ്രൊമോഷൻ നേടിയെടുക്കുകയാണ്. ലാസ്റ്റ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് വൂൾഫിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നരയൻ ഈ കഥകളെല്ലാം പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൻ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് നരയൻ നമ്മുടെ വൂൾഫ് എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് അത് അറിയില്ല എന്ന്. അപ്പോഴാണ് നമ്മുടെ വിക്ടർ മരിച്ചു കിടക്കും തൊട്ടപ്പുറത്ത് സ്മൈലിംഗ് ബൂത്ത് കിടക്കുന്നതുമായിട്ടുള്ള സീൻ നമ്മളെ കാണിക്കുന്നത്. പക്ഷേ വൂൾഫ് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ആ ടൈമിൽ സാറ, പപ്പൻ, സാം അങ്ങനെ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല. ജീവനും സാറയും കല്യാണം കഴിച്ചിരിക്കുന്നു. അവരെല്ലാം ഹാപ്പി ആയിട്ട് താമസിക്കുന്നു. അങ്ങനെ ഈ സിനിമ അവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമയുടെ കഥ പറയാന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഫുൾ ഓഫ് കൺഫ്യൂഷൻസ് ആണ്. ഈ സ്റ്റോറി മൊത്തം കൺഫ്യൂഷൻസും നമുക്കൊരു എക്സ്പ്ലനേഷനിൽ നോർമലായിട്ട് പറയാൻ പറ്റുന്ന ഒരു രീതി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. സോ എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നല്ല രീതിയിൽ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.